ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി കിച്ചണിലേക്ക് വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീയാണോടി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ അറിയിക്കുന്നത്? അതെ, എന്താ ഇപ്പം മാഡം ചോദിക്കാൻ കാര്യം? ഇന്നലെ രോഹിത് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രനെ വിളിച്ചറിഞ്ഞ നീയല്ലേ? അതെ, ഞാൻ തന്നെയാ. നിനക്കങ്ങനെ ബാലചന്ദ്രൻ്റെ നമ്പർ അറിയാം? അതവിടെ കലണ്ടറിൽ എഴുതിയിട്ടിട്ടുണ്ടല്ലോ. നിനക്ക് ആരാ അധികാരം തന്നത് അങ്ങനെ വിളിച്ച് പറയാനായിട്ട്? എന്തിനാ അധികാരം? മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെ ഇവനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി തന്നെ പറഞ്ഞ ബാലചന്ദ്രനെ വിളിച്ച് പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് നോക്കി വിളിച്ചു. ഇനി മാഡത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാഡത്തിനെ വിളിച്ച് പറയുമായിരുന്നു. മാഡം എനിക്ക് നമ്പർ തന്നിട്ടില്ലായിരുന്നല്ലോ. ഇതിന് മുമ്പൊരിക്കൽ ഞാനൊരിക്കൽ നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടില്ല. നിനക്കെന്തിനാണ് ഈ ബാങ്ക് ജോലിക്കാരുടെ ആരും ഇല്ലാത്തവർക്ക് എന്തിനാ നമ്പർ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയില്ലേ? അതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. നീ ഇവിടുത്തെ വലിയ ഉത്തരവാദിത്തമുള്ള ആളൊന്നും ആവണ്ട. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളത് പറയണമായിരുന്നു എന്നോട്. നീ വീട്ടിൽ ജോലിക്ക് മാത്രം ചെയ്താൽ മതി, അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളാരും ഇല്ലാത്തപ്പോഴേ ഈ വീട്ടിൽ ഞാനും മുത്തശ്ശി മാത്രമാണ്. പിന്നീട് നിങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടെ എന്ത് നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നോക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. ഇനി വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. എടി, നീ കൂടുതൽ അങ്ങ് നെളിയല്ലേ. നിന്നെ വേണമെന്ന് വെച്ചാൽ ഞാൻ നാളെ തന്നെ പറഞ്ഞു വിടും. അറിയാമോ നിനക്ക്? പിന്നെ ഒരിക്കൽ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് നടന്നില്ല, പിന്നെയല്ലേ ഇന്ന്. എന്താടി നീ പറഞ്ഞ? നീ തർക്കുത്തരം പറയുന്നു? പിന്നല്ലാതെ ഞാൻ നീ കാണിച്ചു തരുന്നുണ്ട് നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് നേരെ വൈജയന്തി ബാലചന്ദ്രനോട് പോയി പറയാം അവൾക്ക് കുറച്ച് തർക്കുത്തരം എല്ലാം കൂടുന്നുണ്ടെന്ന്. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വീണ്ടും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ അലീന വന്നിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് നാളെ തൊട്ട് 2 ദിവസത്തെ ലീവ് വേണം, ശനിയും ഞായറും. എന്താ അലീന കാര്യം? എനിക്ക് എറണാകുളത്തേക്ക് പോകണം, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ശരിയാ, എന്നാൽ എടുത്തോ, കുഴപ്പമില്ല. അപ്പോഴാണ് വൈജയന്തി പറഞ്ഞത്, അവൾ ചോദിച്ചോട്ടെ ലീവ് കൊടുക്കുന്നത് എന്തിനാ ബാലചന്ദ്ര? അതിൻ്റെ ആവശ്യം എന്താ? അവൾ വലിയ അധികാരം മോളല്ലേ ചോദിക്കണേ. അപ്പോൾ അലീന പറയാം, അതെ, എൻ്റെ അധികാരം തന്നെയാണ്, എൻ്റെ അവകാശം തന്നെയാണ്, ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾ തരേണ്ടതാണ്. എന്നിട്ടും തരാൻ എന്താ ഇത്ര മടി എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അലീനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഒരു ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്, മാഡത്തിന് ലീവൊന്നും കിട്ടാറില്ലേ അവിടെ? മാഡം ലീവ് എടുക്കാറില്ലേ? അതൊക്കെ അവർ തന്നാലും ഇല്ലെങ്കിലും അത് മാഡത്തിൻ്റെ അവകാശം തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും. മതി, നിർത്തിക്കോ നിൻ്റെ ഈ സംസാരമൊക്കെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങോട്ടാണ് നിൻ്റെ പോക്കെന്ന്. അത് കഴിയുമ്പോൾ ബാലചന്ദ്രനോട് പറയാം, ഇവളിങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇവളെ നമുക്ക് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ, ഇവൾ വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും എടുക്കാം. അപ്പോൾ ബബിത പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ നമുക്ക് കുറച്ചുകൂടെ പ്രായം ചെന്ന ഒരാളിനെ എടുക്കാം. അപ്പോൾ അച്ഛൻ പറയാം കേട്ടോ ബാലചന്ദ്രൻ, ശരിയാണ്, അമ്മയും മോളും കൂടെ ആലോചിച്ച് നല്ല പ്രായമുള്ളവരെ വാങ്ങിച്ചിട്ട് വാ, അതാണ് നല്ലത്. പിന്നൊരു കാര്യം അവൾ പറഞ്ഞില്ലേ, അപ്പോൾ അലീന അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നെ പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞു വിട്ടോ, പക്ഷെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു ഔദാര്യം തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ മുത്തശ്ശൻ വന്ന് എന്നെ കാണാൻ വന്നപ്പോൾ മുത്തശ്ശി നോക്കണ ജോലി മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇവിടെ വീട്ടു ജോലിയൊന്നും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു ഔദാര്യം, എൻ്റെ ഒരു മനസ്സാക്ഷിയും കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, മനസ്സിലായോ? നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോ, ഞാൻ പൊക്കോളാം എന്ന് അലീന പറയാ. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഇവിടെ പറഞ്ഞു വിടാനുള്ള വാശിയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെ പറഞ്ഞു വിട്ടാൽ ഇതുപോലെ ഇത്രയും ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയെ കിട്ടത്തില്ല. പിന്നെ അമ്മയും മോളും മക്കളെ എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് വേറൊരാളെ ജോലിക്ക് നോക്കാം, അമ്മയെ നോക്കാനായിട്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാം, നമുക്ക് വീട്ടു ജോലിക്ക് ഒരാളെ എടുത്ത് അമ്മയെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ എടുക്കാം. അത് വേണ്ട, 2 പേർക്കും കൂടെ ശമ്പളം കൊടുക്കാൻ നിൻ്റെ കയ്യിലുണ്ടോ? ഒരാൾക്ക് തന്നെ എങ്ങനെ പോയാലും 10-20,000 രൂപ കൊടുക്കണം. പിന്നെ 2 പേർക്കും ആകുമ്പോൾ 40,000 രൂപയായി. പോരാഞ്ഞിട്ട് ഒരാൾക്ക് 2 ദിവസത്തെ ലീവ് കൊടുക്കണം, അടുത്ത ആളിന് 2 ദിവസത്തെ ലീവ്, 4 ലീവും പോവും. അപ്പോൾ ഇതൊക്കെ നിനക്ക് സമ്മതമാണോ? പിന്നെ ഞാൻ വേണമെങ്കിൽ അമ്മയെന്നോ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അമ്മയെ നിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടോ. ജോലിക്ക് മാത്രം ഒരാളെ ഇവിടെ നിർത്താം. ശിവേട്ടൻ്റെ കടമയാണ് അമ്മയെ നോക്കേണ്ടത്. എന്നിട്ടും അമ്മ ഇവിടെയാണ് നിൽക്കുന്നത്, അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ മാത്രം, ഒരു കാര്യം മാത്രം ചെയ്യാം എന്നൊക്കെ ബാലചന്ദ്രൻ പറയാം. അമ്മയെ നോക്കാനായിട്ട് ഞാനൊരു ഹോം നേഴ്സിനെ വയ്ക്കാം. വീട്ടു ജോലി അമ്മയും മക്കളും ഒക്കെ നോക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ തുണിയെല്ലാം വാഷ് ചെയ്യണം, അവരവരുടെ റൂമെല്ലാം അടുക്കി വെക്കണം, ഒക്കെ ചെയ്യണം. സമ്മതമാണോ? ബബിത പറയാം, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഞാനിതൊന്നും ചെയ്യത്തില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഒന്നും മിണ്ടാതിരിക്കടി. എന്തായാലും അലീനെ പറഞ്ഞു വിടാൻ അവർക്ക് യാതൊരു ഉദ്ദേശമില്ല, പറ്റില്ല. അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് അവിടെയൊക്കെ തൂക്കുന്ന സമയത്ത് അപ്പുറത്തെ ഡോക്ടറെ വീട്ടിലെ പട്ടിയുമായിട്ട് അയാൾ മോർണിംഗ് സവാരി ചെയ്യാൻ വേണ്ടി പോകാട്ടോ. അലീനെ കാണുന്നതും ആ പട്ടിക്കുട്ടൻ നേരെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. അയാൾക്ക് അങ്ങോട്ട് ദേഷ്യവും തുടങ്ങി. അയാൾ വന്ന് അലീനയോട് പറയാം, എടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇവന് ഫുഡൊന്നും കൊടുത്ത് മയക്കി എടുക്കരുതെന്ന്?
അയ്യോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ എന്നെ കണ്ട് ഓടി വരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോഴാണ് വൈജയന്തിയും ബാലചന്ദ്രനും കൂടെ ഇറങ്ങി വന്നിട്ട് പറയാം, ഡോക്ടർ ആകെ കലിപ്പിലാണല്ലോ, എന്താ സാറേ പ്രശ്നം? ദേ നിങ്ങൾ ഈ ജോലിക്കാരെ നിങ്ങൾ നിലയ്ക്ക് നിർത്തിക്കൊള്ളണം. എൻ്റെ വീട്ടിലെ റിങ്കു അവൻ എന്നോട് സവാരി ചെയ്യാൻ വന്നതാ, ഇവളെ കണ്ടതും ഇങ്ങോട്ട് വന്നു, ഇവളോട് ഭയങ്കര സ്നേഹം, ആരും ഇല്ലാത്തപ്പോൾ ഇവളെ വിളിച്ച് ആഹാരം കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയാനുണ്ട്, ഡോക്ടർക്ക് പേടിയുണ്ടോ? ഇവൻ എപ്പോഴും ഇങ്ങനെ അലീനെ കാണാൻ വന്നിട്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടുമോ? അങ്ങനെ എങ്ങാനും പേടിയുണ്ടെങ്കിലേ ഇപ്പോൾ റിങ്കുവിനെ തുടലിൽ കെട്ടിയിരുന്നില്ലേ, അതുപോലെ ഇവളെ നമ്മളിവിടെ കെട്ടിയിടാം എന്നൊക്കെ തമാശ പറയട്ടോ. എന്നിട്ട് എന്തായാലും ഇനി ഇവിടെ ഇങ്ങോട്ട് വരുത്തിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോണ വഴിക്ക് വീണ്ടും റിങ്കു തിരിഞ്ഞു നോക്കി അലീനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനെ ടാറ്റയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അതും കണ്ട് നേരെ അകത്തേക്ക് ഒരു മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവിടെ ഒരു സംസാരവും വഴക്കും? അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറെ പട്ടിയില്ലേ, അവൻ വീണ്ടും എന്നെ കണ്ട് ഇങ്ങോട്ട് വന്നു, അതിൻ്റെ പേരും പറഞ്ഞിട്ടാ. ഇന്നാൾ ഒരു ദിവസം അയാളോട് നിന്നോട് വഴക്കിന് വന്നില്ലേ, അതെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. എന്താണെന്നറിയില്ല മുത്തശ്ശി, പട്ടികൾക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. നിനക്ക് അവളെ പേടിയില്ലേടി? എനിക്കൊരു പേടിയില്ല. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ സ്നേഹനികേതത്തിൽ നിന്ന് കോളേജ് വരെയും ഒരു പട്ടിക്കുട്ടനുണ്ട് അവിടെ, എന്നെ കൊണ്ടുവിടുകയും കൊണ്ടാക്കുകയും ഒക്കെ ചെയ്യും, എൻ്റെ കൂടെ വരും. പിന്നെ ഞാനും രേവതി കുട്ടിയൊക്കെ ഓരോ വീട് തോറും തുണികളൊക്കെ പറക്കാനും ചോദിക്കാനൊക്കെ പോവില്ലേ, അപ്പോഴും നമ്മളെ കൂടെ ഒരു ബറ്റാലിയൻ കാണും. നമുക്കൊരു പേടിയില്ല. പിന്നെ നമുക്ക് വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാവലായിട്ട് ഇവർ തന്നെ ഉണ്ടല്ലോ. ഇവളുടെ ഒരു കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. അങ്ങനെ സ്നേഹത്തോടെ മുത്തശ്ശിയോട് യാത്ര പറയാം, മുത്തശ്ശി എനിക്കിന്ന് പോകണ്ടേ എറണാകുളത്തേക്ക്, രേവതി കുട്ടിയൊക്കെ കാണാൻ പോകണം, 2 ദിവസത്തെ ലീവാണ്. നീ പോയാൽ എനിക്ക് ആരാടി ഇവിടെ ഉള്ളത്, നീ ഒരു ദിവസം ലീവ് എടുത്താൽ പോരെ മുത്തശ്ശി, എനിക്ക് 2 ദിവസം വേണം. ഞാൻ പോയാലും മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇവിടെ കൃഷ്ണയും ബബിതയും മാഡവും ഒക്കെ ഉണ്ട്, അവരൊക്കെ എത്ര നോക്കിയാലും നീ നോക്കുന്ന പോലെ ആകത്തില്ലടി. ആയിരിക്കാം, എന്നാലും എനിക്ക് പോവണ്ടേ മുത്തശ്ശി, അവർക്ക് ആരാ ഉള്ള, ഞാൻ ഒരാളല്ലേ ഇവിടെ പോകാനായിട്ട്. പിന്നെ രേവതി കുട്ടിയെ മാത്രമല്ല, എനിക്ക് ചിന്നിക്കുട്ടിയും കാണണം. 3 വർഷം ആയതുപോലെ തോന്നുന്നുണ്ട് അവരെയൊക്കെ കണ്ടിട്ട്. 2 മാസം അല്ലേടി ആയുള്ളൂ നീ ഇവിടെ വന്നിട്ട്. അതെ, പക്ഷേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് മുത്തശ്ശി, അതുകൊണ്ടാണ്. മുത്തശ്ശി ഞാൻ വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ, മിടിക്കായിട്ട്. ഞാൻ പോയിട്ട് പെട്ടെന്നെങ്കിൽ വരാം. അങ്ങനെ ആ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന്. കൊള്ളാം, നീ എന്താടി പറയണത്, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? നല്ല നിലയിൽ കഴിഞ്ഞവളാണ്, ഞാൻ എല്ലാവർക്കും കൈ എറിഞ്ഞ് കൊടുത്തിട്ടേ ഉള്ളൂ, ആരും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ആയിട്ട് അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലോ. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേടി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ തമാശ പറയാം. യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. സാറിനോട് പോയി യാത്ര ചോദിക്കുക, സാറ് ഞാൻ പോയിട്ട് വരാമെന്ന്. വൈജയന്തി അവിടെ നിൽപ്പുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, എടി രാവിലെ ജോലിയൊക്കെ തീർത്തിട്ടാണോ നീ പോകുന്നത്? ഞാൻ എല്ലാ ജോലിയും തീർത്തു, ഇനി ഒന്നുമില്ല. കാപ്പിയും ഉച്ചക്കുള്ള ചോറും രാത്രിത്തേക്കുള്ളതും തുണികളും ഒക്കെ അലക്കുകയും വയ്ക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തല്ലേ, ശരി നാളെ വൈകിട്ട് തന്നെ ഇവിടെ എത്തിക്കൊള്ളണം. അത്രയും പറഞ്ഞാൽ അലീനെ തിരിയുമ്പോഴാണ് അലീനയ്ക്ക് ഒന്നും ഓർക്കുന്ന. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, മാഡം എന്താ ഇപ്പോൾ ചോദിച്ചത് എന്നോട്? എല്ലാ ജോലികളും ചെയ്തു തന്നു. കൊള്ളാം, ഞാനിന്ന് ലീവാണ്, പോരാഞ്ഞിട്ട് നാളെയും ലീവാണ്. 2 ദിവസത്തെ ലീവായിട്ടുള്ള ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നത് ശരിയാണോ? പറ. മാഡത്തിൻ്റെ ഓഫീസിൽ മാഡം ലീവ് എടുത്താൽ അവിടെ പോയി ജോലി ചെയ്യുമോ? ഇല്ലല്ലോ. എന്നിട്ടും എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ച് അമ്മി പോവാണ് വൈജയന്തി. എന്നിട്ട് വീണ്ടും അലീന പറയാം, അപ്പോൾ നിന്നോട് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ അവിടെ ചെയ്യാനായിട്ട്? ഇല്ലല്ലോ. ഇല്ല, പക്ഷേ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഞാനത് ചെയ്തു. എന്തിനാണെന്നറിയോ? എൻ്റെ മര്യാദ കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ പോരാഞ്ഞിട്ട് നാളെ വൈകിട്ടും കൂടി ഇവിടെ എത്തണമെന്ന് പറയാം. നാളെയും ഞാൻ ലീവാണ്, പിന്നെ നാളെ തന്നെ വരണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും അടിച്ചേൽപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. വൈജയന്തി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല തിരിഞ്ഞു കുത്തുമെന്നുള്ളത് കേട്ടോ. അലീന അങ്ങനെ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ബാലചന്ദ്രനും പറയുന്നുണ്ട്, ആളറിഞ്ഞ് കളിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പൈസയുടെ മൂല്യത്തിൻ്റെ വിലയും അതും സ്വഭാവത്തിൻ്റെ വിലയും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുതെന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആകെ ചമ്മി നാറി വൈജയന്തി നിൽക്കാട്ടെ. എപ്പിസോഡ് തീരുക. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.